എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പം ഈ ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ദ കേസ്. നിങ്ങൾ കേസിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് എല്ലാ റിയാക്ഷൻ ചെയ്ത ആൾക്കാർക്കും ചിലപ്പം അറ്റവും മൂലയും അറിയാതെയാണ് നിങ്ങൾ ന്യൂസ് ഇട്ടിട്ടുള്ളത്. ചിലപ്പോൾ അത് ന്യൂസുകാരുടെ സ്ട്രാറ്റജിയാണ്. എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റർ ഇസ് റീച്ചാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ അധികം ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് തെറ്റില്ല. കാരണം എൻ്റെ പ്രൊഫൈലിലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പറയുന്ന പോലെ കേസ് വന്നതിൻ്റെ പേരിലായിരിക്കണം ഗവൺമെൻറ് അത് ഡിസേബിൾ ചെയ്തതാണ്, എനിക്ക് കാണാം, നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും കോമഡി എന്താണെന്നറിയോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്? ഇപ്പം എത്രയോ ആൾക്കാർ ന്യൂഡായിട്ടും സെമി ന്യൂഡായിട്ടും സബ്സ്ക്രിപ്ഷൻ അടക്കം ചെയ്യുന്ന, അതൊന്നും റിമൂവ് ചെയ്യാതെ തെളിവുകളടക്കം നമ്മൾ വെച്ചൊരു വീഡിയോ ആണ് റിമൂവ് ചെയ്തിട്ടില്ല. സന്തോഷമേ ഉള്ളൂ, നല്ലതാണ്. നിയമങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം, അതിലും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർ, ചിലയല്ല ഭൂരിപക്ഷം റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരും പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെല്ലോസ് പാട്ട എന്ന ഞാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള മൊത്തമുള്ള ആൾക്കാരെയും കുറിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളത് എൻ്റെ കടമയായതുകൊണ്ട്. കാരണം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ വിചാരിക്കും, കാരണം എൻ്റെ പ്രൊഫൈലിൽ ആ വീഡിയോ കാണുന്നില്ല, അപ്പം നിങ്ങളെല്ലാം വിചാരിക്കും, അയ്യോ നമ്മളോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഹെലൻ നമ്മളെ ഒന്നടങ്കം, നമ്മുടെ കമ്മ്യൂണിറ്റിനെ ഒന്നടങ്കം പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും ഇല്ല കേട്ടാ. ഈ ദീപ്തി കല്യാണി എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകള് അച്ഛൻ്റെയും ആങ്ങളയുടെയും മുന്നിൽ ഡ്രസ്സ് മാറാത്തത് അച്ഛൻ്റെയും ആങ്ങളയുടെയും കണ്ണിൻ്റെയും മനസ്സിൻ്റെയും പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞത് ചോദ്യം ചെയ്തതിനെയും, സ്ത്രീകളായിട്ടുള്ള പ്രായപൂർത്തിയായതിനു ശേഷം ശരീരത്തിലെ മാറ്റങ്ങൾ വന്നതിന് ശേഷം ഒരു സ്ത്രീയും അച്ഛൻ്റെയോ ആങ്ങളയുടെയോ വല്യച്ഛൻ്റെയോ മുന്നിൽ ഡ്രസ്സ് മാറില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇവരൊരു എന്താ പറയുക, ഓണപരിപാടിയിൽ നിന്നിട്ട് ഇനി എൻ്റെ ശബ്ദം പുറത്ത് കേട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ കുടുംബത്തിൽ കയറി നിരങ്ങും എന്നുള്ളതിനുള്ള ഉത്തരവാണ് ഞാൻ കൊടുത്തത്. അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള റിഗ്രറ്റും ഇല്ല. ഇനിയും നിങ്ങൾ എൻ്റെ വീട്ടിന് മുന്നിൽ വന്ന് നിന്നിട്ടാണ് ചിലച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അതേ റിപ്ലൈ നിങ്ങൾക്ക് ഞാൻ തന്നേനെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ചിലച്ചു, ഞാൻ അതിനുള്ള റിപ്ലൈ സോഷ്യൽ മീഡിയയിൽ തന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടാണ്. നിങ്ങൾക്ക് ന്യൂസിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻറ്റയർ വീഡിയോ ഞാൻ വെക്കുന്നില്ല. കാരണം നമുക്ക് കേസിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മൾ പേഴ്സണൽ അപ്പിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻറ്റയർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് ഞാൻ ഇട്ട വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ഞാൻ ഒരു ന്യൂസ് ഇവിടെ വെക്കാം, മനസ്സിലായില്ലേ? തൃശ്ശൂർ ഭാഗത്തുള്ളതാവട്ടെ, ഏത് ജില്ലയിലുള്ളതാവട്ടെ, പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ട്, കിട്ടേണ്ടത് തന്നെയാണ്, അല്ലാന്നും ഞാൻ പറയുന്നില്ല. എത്രയോ നല്ല, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ഞാൻ സംസാരിക്കാറുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ടതെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടട്ടെ. ആ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടും ഈ പറയുന്ന പോലെ പാതിരാത്രിക്ക് 500-നും 100-നും കുനിഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക്. ഞാൻ വോയിസ് വെക്കാം, ഇതിൽ എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ വെക്കാൻ പറ്റുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ വെക്കാം. പോലീസുകാർ ഇത് നോട്ട് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളിത് നിർത്തലാക്കിയേ പറ്റുള്ളൂ. കാരണം HIV AIDS പോലെയുള്ള രോഗങ്ങള് ഇത്ര പെർസെന്റേജ് ഞാൻ വെക്കാം, പെർസെന്റേജ് പകരുന്നത് ഈ സ്വവർഗാനുരാഗികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് നിർത്തിച്ചേ പറ്റൂ. ഗവൺമെന്റിനോടുള്ള റിക്വസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാർ രാത്രി ഇരുട്ടത്ത് പോയി നിന്നിട്ട് ആൾക്കാരെ കൈ കൊട്ടിയിട്ടും കൈ കാണിച്ചിട്ടും പിന്നെ ഇവന്റെ ഒരു പരിപാടി ഒരാൾ ഓക്കെ. അപ്പം ഇതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും അല്ല അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ കിട്ടുന്നുണ്ട്. പരിഗണനകൾ കിട്ടിയിട്ടും ഈ പറയുന്നത് പോലെ രാത്രി കാലങ്ങളിൽ ഇന്റർവ്യൂകളിൽ രാവിലെ വന്നിട്ട് നമ്മൾ സെക്സ് വർക്ക് ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് രാത്രിയാകുമ്പോൾ ഈ പരിപാടിക്ക് പോകുന്നതാണ്. അത് വെറുതെ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, വെറുതെ പറഞ്ഞൊന്നുമല്ല. എൻ്റെ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കാം. ചിലപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള പോലീസും തൃശ്ശൂർ പോലീസും ഇത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറയപ്പെടുന്ന ട്രാൻസ്ജെൻഡർക്ക് HIV ഉണ്ടെന്നോ ഇവരാണ് HIV വരുത്തുന്നതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വവർഗാനുരാഗികളായിട്ടുള്ള, സ്വവർഗാനുരാഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അല്ലേ,
ഈ ഗേ ആയിട്ടുള്ളവരും അങ്ങനെ ആയിട്ടുള്ളവരെയാണ് സ്വവർഗാനുരാഗികൾ എന്ന് പറയുന്നത്. ഇവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടിയാണ് 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരിൽ HIV കൂടുന്നത് എന്നുള്ളത് പഠനങ്ങളാണ് പറഞ്ഞത്, എൽനോസ് പാർട്ടി അല്ല പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് 15 എന്ന് പറയുന്നത് മൈനറാണ്. അപ്പൊ കുട്ടികളുടെ ഇടയിലടക്കം ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ പ്രൊഫൈൽ പബ്ലിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളുടെ വ്യക്തത അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് വാട്ട് ഈസ് ദിസ്, അപ്പം ഞാൻ പറഞ്ഞു തരും എന്താണെന്നൊക്കെ ഉള്ളത്. ഇതൊരു വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം, അടുത്തെന്തോ ഒരു സാധനം കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് കാണാം. ഫോൺ മാറ്റാൻ സമയമായി. നമ്മുടെ ഫോൺ സ്റ്റക്കായിരിക്കുകയാണ്. പ്രശ്നമില്ല, നമുക്കത് ചെയ്യാം. അപ്പം എന്തായാലും റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എനിക്ക് റീച്ച് കിട്ടുള്ളൂ, എൻ്റെ പ്രൊഫൈലിൽ ആൾക്കാർ വന്ന് നോക്കുകയുള്ളൂ. സ്റ്റോറി വ്യൂസ് തന്നെ ഇപ്പോൾ 2-3 ലക്ഷം ആയി. നിങ്ങൾ ഇനിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുള്ളൂ. കാരണം നാളെ മറ്റന്നാൾ പ്രൊമോഷൻസ് ഒക്കെ വരുന്നതാണ്, മനസ്സിലാക്കണം നിങ്ങൾ. അടുത്തൊരു സാധനം നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇത് ഡൗൺലോഡ് പോലും അയച്ചില്ലേ ഭഗവാനെ, വൈഫൈയിലുണ്ടല്ലോ ഇവിടെ. അമ്മയിലേക്ക് അയച്ചിട്ടാൽ മതിയായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ ഡിസേബിൾ ആയതുകൊണ്ടാണ് കേട്ടോ. അതല്ലാത്ത പക്ഷം ഇത്ര കഷ്ടപ്പാടിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നോ? ഈ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ കൊള്ളാം, എന്നെ കാണാൻ കൊള്ളാം. നിങ്ങളെ ഫോണിലേക്ക് അയച്ചിട്ടാലോ അമ്മേ? ഇത് ഇതിൽ പ്ലേ ആവുന്നില്ല എന്നല്ല, നോക്കാം ഒന്നും കൂടി ലാസ്റ്റ് ട്രൈ. കിട്ടില്ലേ? സമാധാനം എനിക്ക്. ഇനി യൂട്യൂബിൽ നിന്റെ A to Z വോയിസ് അടക്കം ഞാൻ കേരള പോലീസിന് ദയവേദിയിൽ മെൻഷൻ ചെയ്യണം. തൃശ്ശൂരുള്ള പോലീസുകാരോടാണ് വെച്ചിട്ടുണ്ട്. കേരള പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് സഹിതം സ്ക്രീൻഷോട്ട് ഇതിൽ ഞാൻ പ്രൊഫൈലുകൾ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടാണ് വെക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെയിൽ ചെയ്ത് തരാം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അന്വേഷിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിൽ മക്കൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഒരു മോനാണ് ഇത് ഈ HIV കാര്യങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല മക്കളെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പോന്നേ ഈ കുണ്ടന്മാരെടുത്ത്. ഞാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ റോഡ് സൈഡിൽ നിന്നിട്ടുള്ള വില പേശിയുള്ള സെക്സ്, എൻ്റെ അറിവ് തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല, സെക്സ് വർക്ക് ചിലപ്പോൾ എൻ്റെ അറിവിൻ്റെ പ്രശ്നമായിരിക്കാം, അത് ഇല്ലീഗലാണ്. റോഡരികിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ അഭിഭാഷകരായിട്ടുള്ളവരോ അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഞാൻ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പം ഇപ്പോൾ വാദി ഇവിടെ പ്രതിയായി. കുഴപ്പമൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് ഞാൻ കേസുമായിട്ട് 101% അല്ല 201% ഞാൻ സഹകരിക്കുന്നതായിരിക്കും. കാരണം ഇത്രയും വലിയൊരു അലിഗേഷൻ ഞാൻ എന്തായാലും വെറുതെ വന്നിരുന്ന് പറയില്ല എന്ന് നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്ടക്കുറവൊക്കെ നിങ്ങൾ കാണിച്ചോളൂ, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ സോഷ്യൽ ഇടങ്ങളിൽ വരുന്ന വിഷയങ്ങൾ, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്നോടുള്ള പേഴ്സണൽ ചൊടിക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. പിന്നെ HIV കാര്യം ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പഠനങ്ങൾ പറഞ്ഞതാണ്. ഇവർ കേസ് കൊടുത്തതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വന്ന് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് HIV ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നുള്ളത്. എൻ്റെ വീഡിയോയിൽ ഉടനീളം എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഈ വ്യക്തിക്ക് എന്ന്. പഠനങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടിയിട്ടാണ് എന്നുള്ളത്. ഞാൻ ഇവരെ ആരും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഡിങ്കിരിഡിങ്കിരിഡിങ് HIV പറഞ്ഞു, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെത് പറഞ്ഞു, അന്വേഷണത്തിൻ്റെ പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും അന്വേഷണവുമായിട്ട് സഹകരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ തെളിവുകൾ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം, ജയിൽ ശിക്ഷ കാര്യങ്ങളൊക്കെ അതിപ്പോൾ അതിൻ്റെ വഴിക്ക് പോട്ടെ, നമുക്കതിലൊന്നും പറയാനില്ല. ഈ
സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം സംസാരിച്ചതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ കയറി ട്രാൻസ്ജെൻഡേഴ്സ് നിരങ്ങുമെന്ന് പറഞ്ഞ് അതും കേട്ട് വീട്ടിൽ വായിൽ പഴവും തിരികിയിരിക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സുണ്ട് കേട്ടോ. നാട്ടിൽ കാല് കുത്താനോ കുടുംബത്തിൽ കാല് കുത്താനോ വിടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കേസ് വന്ന് ജയിലിൽ കിടക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മിണ്ടാണ്ടിരുന്നിട്ടൊന്നുമില്ലല്ലോ. കാരണം എൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ ഉപയോഗിച്ച ഭാഷ തെറ്റായിരിക്കാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു നന്മമരമല്ല. നിങ്ങൾ ഈ പ്രതീക്ഷിക്കുക എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളൊരു നന്മയോ അല്ലെങ്കിൽ വളരെ സഭ്യമായിട്ടുള്ളൊരു കാര്യമോ നിങ്ങൾ ഇപ്പോഴും യു ഗൈസ് സ്റ്റിൽ എക്സ്പെക്ട്. എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എൻ്റെ സൈഡിൽ നിന്ന് സീരിയസ്ലി ഹെല്ലോസ് പാട്ടിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ വളരെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് സഭ്യമായിട്ടുള്ള ഒരു റിപ്ലൈ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൺ ബിലീവ് ഇറ്റ് ബ്രോ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഇതാണ് എനിക്ക് ചെറിയൊരു ഭാഗമാണേ, ഈ പ്രശ്നത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്നതിനോടനുബന്ധിച്ചിട്ട് കൃത്യമായിട്ട് എൻ്റെ അഭിഭാഷകൻ പെർമിഷൻ തരികയാണെങ്കിൽ, അഭിഭാഷകൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്നത് പോലെ നാളെ എനിക്ക് ഇടാനുള്ള പെർമിഷൻ തരികയാണെങ്കിൽ എല്ലാ തെളിവുകളും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതല്ല നമ്മൾ പേഴ്സണൽ അപ്പിയറൻസ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാൻ ഉള്ള പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഓഡിയൻസിനോടാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോ ആൾക്കാരോടുമാണ് ഇത്. എൻ്റെ ഈ വീഡിയോ കൃത്യമായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുറച്ച് അതങ്ങോട്ട് പോയി കിട്ടും. ബൈ.